എന്താണ് കാണിക്കുന്നത്? ജിൻഡോ വീണ്ടും വീണ്ടും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൗസ് മേറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിൻഡോ ഇടയ്ക്ക് കയറി സിജോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ ആരും തന്നെ അതിനെ വകവെക്കുന്നില്ല. അപ്പൊ വകവെക്കാതെ വന്ന സമയത്ത് ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത സിജോയെ ഹൗസിൽ നിന്ന് പുറത്താക്കണം എന്ന പ്രസ്താവനയായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് അതിനൊരർത്ഥവും കാണാത്തത് കൊണ്ട് തന്നെ അയാളെ മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ മൈൻഡ് ആക്കാത്തത് കൊണ്ട് തന്നെ തന്റെ മുഖത്തും വായിക്ക് തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ച് പറയുവാണ്. സിജോ എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അത് നിങ്ങൾ നോക്കി ശരിയാക്കി സിജോയ്ക്ക് ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരെയും കയറി ഞാനങ്ങ് ഫിസിക്കൽ അസോൾട്ട് ചെയ്യും എന്നാണ് ജിൻഡോ പറയുന്നത്. സ്ത്രീകളെ ഉൾപ്പെടെ എല്ലാവരെയും ചെയ്യുമെന്ന് പറയുന്നു, ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് പറയുകയാണ്, എന്റെ കൈ സിജോ മാന്തി ഒടിച്ചിരിക്കുന്നു, എന്റെ കൈ മൊത്തം മുറിവായി, എന്റെ കൈയിലെ നെർവ്സ് എല്ലാം ഇതായി പോയി, എന്റെ കൈ മരവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രാമ കളിച്ച് ഒരു ഷീറ്റും തലമുണയെടുത്ത് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് വെറും തറയില് ഇത് വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇത് ഹൗസ് മേറ്റ്സ് എല്ലാം നോക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ ഇത് എന്തോ കാണിക്കുന്നത്. അവിടെ ഒരു ആരും ഓക്കെ രണ്ടുപേർക്ക് പുറത്ത് കിടക്കണമെന്ന ശിക്ഷ കൊടുത്തിരുന്നു, പക്ഷെ പോയിട്ട് അവരെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ജിൻഡോ ആണെങ്കിൽ അവിടെ പോയി ഞാൻ കിടക്കാണ്, ഞാൻ ഇവിടെ നിന്ന് എണ്ണീക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് രതീഷ് എണ്ണും അയാൾക്കൊപ്പം കൂടെ തന്നെ പോയി കിടക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു പ്രശ്നം സിജോ ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല. കാര്യം സിജോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ വെറുതെ ഡ്രാമ കളിക്കാണ്. സിജോ നല്ല ഗുഡ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ സിജോനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ജിൻഡോയുടെ വെറും അഭ്യാസങ്ങൾ മാത്രമായിരുന്നു ഇത്. അങ്ങനെ ഈ ഒരു പ്രശ്നം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ആയ സമയത്ത് ഇതുപോലെ സിജോ പുറത്ത് വരുന്നുണ്ട്. കാര്യം ജിൻഡോ അപ്പോഴും അവിടെ തറയെ പാവിരിഞ്ഞ് കിടക്കുന്ന സീൻ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധികളെ പോലെയാണ് അവിടെ പോയി കിടക്കുന്നത്. എന്നിട്ട് സിജോ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്, ഞാൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തോ, ഞാൻ നിങ്ങളെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അഥവാ ഞാൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ പറയണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ ബാത്റൂമിൽ പോയി അതും കഴിഞ്ഞ് കഴിഞ്ഞ് വേറൊരു പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിലാണ് നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെ ബാത്റൂമിൽ പോയിരുന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ മുറിവാണ് ഇതെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റാതിരിക്കും? കാര്യം ചിലപ്പോ അങ്ങനെ ചെയ്തതായിരിക്കാം, എന്നെ ഈ ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ച വൃത്തികെട്ട കളിയാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ സിജോയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ട്. സിജോയെയും ബാക്കി ഹൗസിലുള്ള പെണ്ണുങ്ങളെയും ചേർത്ത് വൃത്തിയോട് പറയാണ്, നീ എന്തുകൂടെ ചെയ്യുന്നത്, നീ ഈ ഹൗസിലുള്ള ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുമല്ലേ ചെയ്യുന്നത്, നീ എന്ത് വൃത്തികെട്ടവനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സിജോനെ പറയുന്നുണ്ട്. നിന്റെ കൂടെയാണ് ഇവിടെയുള്ള ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ സിജോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജിൻഡോ അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. സിജോയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബാക്കി ഹൗസിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചീത്തപ്പേര് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ സിജോ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഒരു പക്ഷെ അയാൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പറയുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം പറയുന്നതായിരിക്കാം. ഇത് രണ്ടിലേതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് തന്നെയായാലും സിജോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ശരിയല്ല. അപ്പൊ ഇതുപോലെ ശ്രീതൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് സ്ത്രീയെ ഹൗസിൽ ഏത് പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞതെന്ന് പറയൂ. അപ്പൊ ഇതുപോലെ ജിൻഡോ പറയുന്നത്, ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ജാൻമണി ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മോശ സ്ത്രീകളെന്നാണോ ജിൻഡോ പറയുന്നത്? ഹൗസിലുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ സിജോന്റെ പുറകെ നടക്കുന്നതെന്നാണോ പറയുന്നത്? അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ വാദിച്ച് ജയിക്കാൻ വേണ്ടി എന്തനാവശ്യവും പറയുന്ന, അല്ലെങ്കിൽ ഏതറ്റം വരെയും വൃത്തികേട് പറയാൻ തയ്യാറാവുന്ന, ഏത് വൃത്തികെട്ട കളി കളിച്ച് ശത്രുവിനെ പുറത്താക്കണമെന്ന് വിചാരിക്കുന്ന ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാൻ എന്നുള്ളത് ഭയങ്കര മോശമാണ്. ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് ജിൻഡോയ്ക്ക് നല്ല പണി കിട്ടാൻ പോവാണ്. പിന്നെ ഇന്നലെ യമുന റാണി ആണെങ്കിൽ നൈറ്റിന് ഇതുപോലെ റോക്കിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ യമുന റാണി വന്ന് പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കിയെ വിളിച്ച സമയത്ത് റോക്കി പോയില്ല. അപ്പൊ റോക്കിക്കും രതീഷ് ചേട്ടന് കൊടുത്ത പോലെ ഇന്ന് നീ പുറത്ത് കിടന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ നമ്മുടെ നിഷാന ഉണ്ടല്ലോ, കോമണർ, പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോരോ ടീമായിട്ട് നമ്മുടെ ഹൗസ് മേറ്റ്സിനെ തിരിച്ചിട്ടുണ്ട്. അതായത് കിച്ചൺ ടീം, ക്ലീനിങ് ടീം, ബാത്റൂം ടീം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പം ഈ നിഷാന എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാത്റൂം ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് അവരെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കുക, അതുപോലെ പാത്രം കഴുകുന്ന ആൾക്കാരെ കൊണ്ട് ഫ്ലോർ ക്ലീനിങ് ചെയ്യിപ്പിക്കുക, അങ്ങനെ മൊത്തത്തിൽ
മിക്സ് ചെയ്ത് ഓരോരോ പരിപാടികൾ കാണിക്കുകയാണ്. അപ്പൊ ഇന്നേ വരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ, അതായത് ഫ്ലോർ ക്ലീനിങ് ടീം ആണെന്നുണ്ടെങ്കിൽ അവര് ഫ്ലോർ ക്ലീനിങ് ചെയ്യും, ബാത്റൂം ക്ലീൻ ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. പക്ഷെ ഇങ്ങനൊരു ഷഫിളിങ്, അതായത് ഇവർക്ക് മൊത്തം പണിയെടുക്കാൻ വയ്യാത്തതാണ്. ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും ശരിയല്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തായാലും അതിനൊരു ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ ചെയ്യും. മേ ബി ചിലപ്പോൾ ഇതുപോലെ പവർ ടീമിനോട് നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും കഷ്ടപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും സംസാരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതുപോലെ തന്നെ പിന്നെന്തിനാ ഇവര് ടീം തിരിച്ചേ, ഫ്ലോർ ക്ലീനിങ് ടീം എന്ന് പറഞ്ഞിട്ട് ഫ്ലോർ ക്ലീനിങ് എന്തിനാ ഒരു ടീമിന് കൊടുത്തത്? അവരല്ലേ ആ പണി ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ടീമിലുള്ള ആൾക്കാരെ വെറുതെ വെളിയിൽ പോയിരുന്ന് പരദൂഷണം പറയുന്ന സമയത്ത് മറ്റ് ജോലി ചെയ്യുന്നവർ തന്നെ വീണ്ടും വീണ്ടും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്സരയൊക്കെ നല്ലപോലെ എന്നല്ല രാത്രിത്തെ ഒരു ലൈവിൽ നല്ലപോലെ അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജിൻഡോയും സിജോയും തമ്മിലുള്ള പ്രശ്നം ആകെ ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്തായാലും ജിൻഡോയ്ക്ക് നല്ല പണി കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇന്നലെയും ജിൻഡോ എമിനോ റാണിയോട് പറഞ്ഞ ആ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസ് വിളിച്ചിട്ട് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതുപോലും കേൾക്കാതെ ജിൻഡോ വീണ്ടും 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 ഇതേപോലെയുള്ള പരിപാടികളാണ് കാണിക്കുന്നത്. ശരിയാണ്, സിജോ കുറച്ചൊക്കെ കാര്യങ്ങൾ വളച്ചൊടയ്ക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റും. സിജോ ഒരു കൈൻഡ് ഓഫ് പ്ലെയർ ആണ്, അതുകൊണ്ട് തന്നെ സിജോ കാര്യങ്ങൾ കുറച്ചുകൂടെ വളച്ചൊടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വളച്ചൊടുക്കാൻ പറ്റുന്നത് സിജോയുടെ കഴിവാണെന്ന് ഞാൻ പറയും. കാര്യം അത്രയും ഒരു ചെറിയ സംഭവത്തെ, അത് ചെറിയ സംഭവമല്ല, അയാൾ കാണിച്ച അയാളുടെ പ്രസ്താവന ഭയങ്കര മോശം തന്നെയാണ്. പക്ഷേ ആ ഒരു വിഷയത്തെ ഹൗസിലെ എല്ലാ പെണ്ണുങ്ങളിലേക്കും എത്തിച്ച് അവരെല്ലാരും കൂടെ ജിൻഡോയെ എന്താ പറയാ അങ്ങനെ തൂത്തുവാരി ചീത്ത പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സിജോയുടെയും കൂടെ കഴിവ് തന്നെയാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. ജിൻഡോ പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ജിൻഡോ ഒരു മാന്യമായ രീതിയിലല്ല കളിക്കുന്നത്. ജിൻഡോയുടെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഒന്ന് മാന്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.